വിവാഹമെന്ന കൂദാശയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയർ അവൻ്റെ അടുക്കൽ വന്ന് പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നത് നിയമാനുസൃതമാണോ? യേശുനാഥൻ മറുപടി പറഞ്ഞു, ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. ഒന്നാമതായി, രണ്ടല്ലാത്തതും ഒന്നായതുമായ സത്യമാണ് വിവാഹം. രണ്ടുപേർ രണ്ടല്ലാത്തതും ഒന്നായതുമായ സത്യമാണ് വിവാഹം. പുരുഷനും സ്ത്രീയും വ്യത്യസ്തരായി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും അവർ വ്യത്യസ്തരാകാതെ ഏകമാകുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് വിവാഹം. അതിനാൽ വിവാഹമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ഏകമാണ്, വ്യത്യസ്തമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ സാക്ഷ്യമാണ് വിവാഹം. അങ്ങനെയെങ്കിൽ ദൈവപദ്ധതിയുടെ ഏറ്റവും വലിയ സമ്പൂർണത നാം ദർശിക്കുന്നത് കുടുംബത്തിലാണ്. വ്യത്യസ്തരെങ്കിലും വ്യത്യസ്തമാകാതെ ഏകമായിരിക്കുന്ന ഏറ്റവും വലിയ ദൈവിക സത്യമാണ് കുടുംബം. ദൈവിക പദ്ധതിയുടെ ഏറ്റവും വലിയ സമ്പൂർണത ദൈവം മനുഷ്യനായി കുടുംബത്തിൽ വന്ന് പിറന്നുകൊണ്ടാണ് സാക്ഷാത്കരിച്ചത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ മനുഷ്യനായിരിക്കെ ദൈവമായി തീരുവാൻ, ദൈവം മനുഷ്യനായി വരുവാൻ കാരണമായി തീർന്ന കുടുംബത്തിൻ്റെ അന്തസ്സത്ത പേറുന്നതാണ് വിവാഹം എന്ന് കർത്താവായ യേശുനാഥൻ മനുഷ്യരിലൂടെ പിതാവായ ദൈവം നമുക്ക് പറഞ്ഞു തരുകയായിരുന്നു എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ. അതിനാൽ കർത്താവ് പറയും, പിന്നീട് അവർ രണ്ടല്ല ഒന്നത്രേ. അതിനാൽ ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. മൂശ മോചന പത്രം നൽകി വിവാഹം വേർപെടുത്തുവാൻ അനുവദിച്ചത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണെന്ന് കർത്താവ് പറയുമ്പോൾ, വിവാഹമോചനത്തെ ദൈവം എതിർത്തുകൊണ്ട് നമ്മെ ഏകമായി നിലനിർത്തുന്നത് നമ്മുടെ ഹൃദയകാഠിന്യത്തെ അകറ്റുവാൻ വേണ്ടിയാണ് എന്ന് സാരം. 2 കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ഉപദേശമാണിത്. 2-ാം വത്തിക്കാൻ സുനഹദോസിൽ ഗൗഡിയം എത് സ്പെസ് 50-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയും, ദാമ്പത്യ ജീവിതവും കുടുംബജീവിതത്തിൻ്റെ മുഴുവൻ ഘടനയും ഇണകളുമായി ധീരമായി സഹകരിക്കാൻ ഇണകളെ വിനിയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. സൃഷ്ടാവിൻ്റെയും രക്ഷകൻ്റെയും സ്നേഹം അവരിലൂടെ വർദ്ധിക്കുകയും ചെയ്യും. അവൻ്റെ കുടുംബത്തെ അനുദിനം സമ്പന്നമാക്കുക എന്നതാണ് ഇതിൻ്റെ ദൗത്യം. ദൈവിക കുടുംബത്തെ സമ്പന്നമാക്കുവാനുള്ള ഭൂമിയിലെ ദൈവിക സമ്പന്നതയാണ് കുടുംബം എന്നാണ് വത്തിക്കാൻ സുനഹദോസ് നമ്മോട് പറഞ്ഞു തരുന്നത്. ഇതിനുള്ള കൃപാവരം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതാണ് വിവാഹം ഒരു കൂദാശയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടുന്ന അടയാളമാക്കി തീർക്കുന്ന ഭൂമിയിലെ ദൈവിക അനുഗ്രഹവും കൃപയുടെ അത്ഭുതവുമാണ് കുടുംബം. ഭാര്യയും ഭർത്താവും ഒന്നായി തീരേണ്ട ആവശ്യകത ഇവിടെയാണ്. 3, വിവാഹത്തിൻ്റെ ഉള്ളിലെ കന്യകാത്വവും ബ്രഹ്മചര്യവും. കത്തോലിക്ക കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ കൂദാശയുടെ ഉള്ളിലുള്ള കന്യകാത്വവും ബ്രഹ്മചര്യവും ഇപ്രകാരമാണ് സഭ ബോധ്യപ്പെടുത്തുന്നത്. അവരുടെ ജീവിതം കന്യാത്വവും ബ്രഹ്മചര്യവും പരിശീലിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹീതരുടെ അവസ്ഥയെ ഉണർത്തുന്നതാണ്. അവർ ദൈവദൂതന്മാരെ പോലെ ആയിത്തീരുന്നതാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 22:30 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിലും പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഭയുടെ മജിസ്തേരിയം നമ്മെ പഠിപ്പിക്കും, സ്വർഗരാജ്യം വിവാഹിത രാജ്യത്തെക്കാൾ ഉയർന്നതാണ് എന്ന്. ട്രന്ത് സുനഹദോസിലാണ് ഇത് പ്രതിപാദിക്കപ്പെടുന്നത്. കന്യകാത്വത്തെയും ബ്രഹ്മചര്യത്തെയും കുറിച്ച് 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് സഭയുടെ വിശുദ്ധിയും ഒരു പ്രത്യേക രീതിയിൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്ന പലതരം ഉപദേശങ്ങൾ അവർക്ക് നിരീക്ഷിക്കാനുള്ള സുവിശേഷമാണ്. കൂടുതൽ എളുപ്പത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് മാത്രം സമർപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ
അനുഗ്രഹമാണ് കന്യകാത്വവും ബ്രഹ്മചര്യവുമെന്ന്. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമുക്ക് സ്വർഗീയ കുടുംബത്തിൻ്റെ മക്കളായി തീരുവാൻ കുടുംബത്തിൽ സ്വയം നവീകരിക്കപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സത്യമണാള സുന്ദരനി പ്രിയനാഥനി സദയമിഴുന്നുകനി പ്രിയകാന്തയെ വേൽക്കാം. സത്യമണാള സുന്ദരനി പ്രിയനാഥനി സദയമിഴുന്നുകനി പ്രിയകാന്തയെ വേൽക്കാം. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലക്ഷിതേ മണവാട്ടി സഭയെ വരുന്നി അവനോടു ചേർന്നിടുവാൻ. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലക്ഷിതേ മണവാട്ടി സഭയെ വരുന്നി അവനോട് ചേർന്നിടുവാൻ. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും. അഗ്നിസമം അതിശോഭിതനാം മശിഹാവിൻ മണവാളൻ അവനോടു ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. അഗ്നിസമം അതിശോഭിതനാം മശിഹാവിൻ മണവാളൻ അവനോട് ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. സത്യമണാള സുന്ദരൻ പ്രിയനാ